നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരപ്പം കൂടെ ഇങ്ങോട്ട് മതി തിന്നത്. നീലമിഴിക്കൊണ്ടു നീ മെല്ലെ മൊഴിയുന്നുവോ, നിന്നിലൊരു തെന്നലായി താനെ അലിയുന്നിതാ. നീലമിഴിക്കൊണ്ടു നീ മെല്ലെ മൊഴിയുന്നുവോ, അച്ചോടാ, സ്വപ്നത്തിന്റെ രസച്ചരട് മുറിഞ്ഞു അല്ലേ? എടി കള്ളക്കുരുപ്പേ, വച്ചു പിടിപ്പിച്ചൊരു ഹൃദയം നെഞ്ചിനുള്ളിലുള്ളത് നീ ഇങ്ങനെ ഞെട്ടിച്ചാലേ അത് പിണങ്ങി അതിന്റെ പാട്ടിന് പോവും. പിന്നെ അതിന് ഞാൻ വിട്ടിട്ട് വേണ്ടേ? ആശുപത്രിയിലെ മാലാക്ക കുട്ടിയെ സ്വപ്നം കാണുമായിരുന്നോ? വെറുതെ എന്റെ കയ്യിൽ നിന്ന് കിഴക്ക് വാങ്ങിക്കാൻ നിക്കണ്ട കേട്ടോ. ആശുപത്രി, മാലാക്ക, കുന്തം, കൊടച്ചക്രം. അത് പറയുമ്പോഴും കൽക്കണ്ടം നുണഞ്ഞ പോലൊരു ചിരി മുഖത്തുണ്ടല്ലോ. എന്തായാലും അടുത്ത തവണ ഏട്ടൻ ആശുപത്രി പോകുമ്പോ ഞാനും കൂടി വരാം. ആ ദേവികയെ അല്ലല്ല, ആ ദേവിക ഏട്ടത്തിയെ എനിക്കും കൂടി കാണാലോ. എന്റെ പൊന്നു സില്ലു, ആവശ്യമില്ലാത്ത സങ്കല്പങ്ങളൊന്നും വേണ്ട. നല്ല വ്യക്തിത്വമുള്ളൊരു കുട്ടി, അതാണ് ദേവിക. പ്രകാശം പരത്തുന്ന പെൺകുട്ടി. നീ മേടിക്കും കേട്ടോ സില്ലു. പിന്നെ നിന്റെ ചേട്ടച്ചന്റെ ഉണ്ടക്കണ്ണി കാണുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. വേണ്ടെന്നേ, ഞങ്ങൾ ഉത്തരവാദിത്തമുള്ളവര് കാര്യങ്ങൾ നടത്തിക്കോളാം. അതെ, തൽക്കാലം പൊന്നുമോൻ ഇവിടുന്ന് മുറിയെ കടച്ച് സ്വപ്നം കാണ്. നടക്കട്ടെ. ഇത്ര ടെൻഷൻ ആവാൻ എന്താ? മോർ പെയിൻ മോർ ഗെയിൻ എന്നല്ലേ? ഈ ബിസിനസ് നമ്മൾ പൊളിക്കും. ഈ പൊളിക്കൂന്ന് പറഞ്ഞാൽ ആ പൊളിക്കലല്ല, തകർക്കൂന്ന്. ഓ, തകർക്കൂന്ന് പറഞ്ഞ ആ തകർക്കലല്ല, നമ്മൾ വിജയിക്കൂന്ന്. ആ വെക്കി വെക്കി വെക്കി. എവിടെന്ന് ആരെയാ പുതിയതായിട്ട് പറ്റിക്കുന്നത്? നിന്റെ അച്ഛൻ അല്ല, നിന്റെ അച്ഛൻ ഉറങ്ങിയോ പ്രേമേ? നിങ്ങൾ എന്തിനാ മനുഷ്യ വെല്ല പെമ്പിളേരെയും വാനോളം പുകഴ്ത്തുന്നത്? അത് പിന്നെ നിന്റെ അനിയന് ചേർന്ന ജോഡിയാണെന്ന് തോന്നി ആ ദേവിക. ദേവികയോ ദേവതയോ എന്തു കുന്തമെങ്കിലും ആവട്ടെ, വലിയ രണ്ട് ഉണ്ടക്കണ്ണുണ്ടെന്നേ ഉള്ളൂ. നല്ലതൊന്നും നിങ്ങളുടെ കണ്ണി പിടിക്കത്തില്ല, നല്ലത് തെരഞ്ഞെടുക്കാനും അറിയത്തില്ല. അത് സത്യം. അതിന്റെ ജീവിക്കുന്ന തെളിവാണല്ലോ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. മനുഷ്യ ഉള്ളത് പറയുമ്പോ കള്ളിക്ക് തുള്ളല്. അതെ, എന്റെ മനസ്സിലൊരു പെണ്ണുണ്ട്. ആര്? ഞാൻ ക്ലബിൽ വെച്ച് കാണുന്ന ഒരു നയനെ പറ്റി പറഞ്ഞിട്ടില്ലേ? നയനയുടെ ചേച്ചിയുടെ മോള്. ഇത്തിരി പരിഷ്കാരിക്കൊച്ചാണെന്നേ ഉള്ളൂ, പക്ഷെ സിദ്ധുവിന് ഒരു ജീവിതം കൊടുക്കാനേ അവള് തയ്യാറാ. സഹതാപം ഏത് വകുപ്പില്? എടേ, ജീവനും ജീവിതവും ഒക്കെ കൊടുക്കുന്നത് സ്വർഗത്തിലെ ദൈവമാ, അല്ലാതെ ഭൂമിയിലെ അവതാരങ്ങളല്ല. അളിയന് ജീവിതം കൊടുക്കാൻ പോലും എടി ഔദാര്യമായി കിട്ടുന്നതൊക്കെ ഭിക്ഷയാ. അവരെ സംബന്ധിച്ച് ഇതൊരു ലാഭക്കളിയാ. അത് മനസ്സിലാക്കാനുള്ള മൂള അതിബുദ്ധിമതിയായ നിനക്കില്ലാതെ പോയല്ലോ പ്രേമേ. അല്ല, ഞാൻ അവന്റെ ഭാവി ഓർത്ത്. അതോർത്ത് നീ ഉറക്കം കളയണ്ട. കലണ്ടറിൽ തീയതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൗർണമി വരും. അതുപോലെ ഐശ്വര്യം നിന്റെ അനുജന്റെ ജീവിതത്തിൽ ഒരു പെണ്ണിന്റെ രൂപത്തില് വലത് കാല് വെച്ച് വന്നു കയറിക്കോ. അല്ല, നിന്റെ അച്ഛന് മൂലമറ്റം പവർ ഹൗസിൽ ഷെയർ ഉണ്ടോ? ഇല്ല. എങ്കിൽ ലൈറ്റ് അണച്ച് കിടക്കാൻ നോക്കടി. വെറുതെ കറണ്ട് കളയാൻ കുറെ പാഴ് ജന്മങ്ങൾ. ജയ് KSEB. ചെങ്ങരേട്ടാ, ദാ വെള്ളം. ആ മോനെ, അമ്മാവൻ മിടുക്കനായല്ലോ. മോളെ, ആ
അടുത്ത ദിവസം തന്നെ പോകാം. കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരുന്ന എന്റെ ജീവൻ മരുന്ന് കുത്തിവെച്ച് നീ തിരിച്ചു പിടിച്ചതല്ലേ? തിരിച്ചു പിടിച്ചല്ലേ പറ്റൂ. ഇവിടുന്ന് നാളെ വീട്ടിലേക്ക് പോകുന്നതേ പുതിയൊരു ശങ്കരമാവന. എന്റെ കൈവെള്ളെ തൊട്ട് സത്യം ജയിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. അതെന്ത് സത്യം? ആ, അതൊക്കെ എനിക്കറിയാം. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണമെന്നല്ല. കഴിച്ചോളാം. അയ്യടാ. മരുന്നിന്റെ കാര്യം ആയിരിക്കില്ല ദേവികമോൾ ഉദ്ദേശിച്ചത്. അതെന്താണെന്ന് എനിക്കറിയാം. പെങ്ങളെ നീ ചുമ്മാ. കൊച്ചുദ്ദേശിച്ചതേ മരുന്നിന്റെ കാര്യം തന്നെ അല്ലേ മോളെ? അല്ല, ഞാൻ ഉദ്ദേശിച്ചതേ കള്ളിന്റെ കാര്യം. കള്ളേ ശങ്കരമാവന്റെ കള്ളുകൂടിയുടെ കാര്യം. അതിപ്പോ കള്ളൊരു ഔഷധം. കൽപ്പവൃക്ഷത്തിൽ നിന്ന് ചെത്തിയെടുക്കുന്ന പാനീയം. കൽപ്പവൃക്ഷമൊക്കെ അവിടെ നിക്കട്ടെ. ഇനി ശങ്കരമാവൻ കള്ളു കുടിക്കത്തില്ലെന്ന് സത്യം ചെയ്യേണ്ടതേ എന്നോടാ. ഈ ഒരു കാര്യം സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഡിസ്ചാർജ് എഴുതൂ. ആ, അല്ലെങ്കിലേ എനിക്ക് തോന്നുന്നത് വരെ അമ്മാവൻ ഇവിടെ കിടക്കും. അത് കലക്കി. എന്റെ മരുമോനെ ചതിക്കരുത്. എനിക്ക് സാമ്പ്രാണിക്കൊടി പോണം. നാട്ടുകാരെ ഒന്നും കാണാഞ്ഞിട്ടേ കണ്ണു കൊത്തിക്കുക. അയ്യോ. കള്ളു ഷാപ്പിലെ വേലായുധൻ, താറാവുകാരൻ കുട്ടപ്പൻ, ലോട്ടറിക്കാരൻ രാമേന്ദ്രൻ, പിന്നെ ചായക്കടയിലെ പഞ്ചായത്തും. എത്ര പേരാ ശങ്കരേട്ടനെ കാത്ത് അവിടെ ഇരിക്കുന്നതെന്ന് അറിയാവോ? അല്ലേ? അതെന്തായാലും ഈ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഇവിടുന്ന് പോകും. അതിനൊരു മാറ്റവും ഇല്ല. എന്നോടാ സത്യം ചെയ്യേണ്ടത്. ദേവിക പിടിച്ചാല് ഉടുമ്പ് പിടിച്ച പോലെ സത്യം ചെയ്യാം അമ്മാവ. അതാണ് നല്ലത്. ശരി, സമ്മതിച്ചു. കള്ളാണേ സത്യം. ഇനി ഞാൻ കള്ളു കുടിക്കത്തില്ല. അയ്യടാ, ഈ കള്ളിന്റെ സത്യം ആർക്ക് വേണം? എന്റെ കൈ പിടിച്ച് സത്യം ചെയ്യണം. ശങ്കരമാവൻ വാക്ക് പാലിക്കുന്ന എനിക്കിപ്പോ ഉറപ്പാ. പാലിച്ചിരിക്കും. തിരിച്ചു വരുന്ന പൊന്നുമണിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷമല്ലേ അമ്മാവായത്? അവള് വരുമല്ലേ മോളെ? വരുമെന്നല്ല, കൊണ്ടുവരും.